രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങി പ്രതിപക്ഷ സംഘടനകൾ. അടൂരിലെ വീട്ടിലും പാലക്കാട്ടെ ഔദ്യോഗിക വസതിയിലേക്കും ഇന്നും മാർച്ച്. അതേസമയം യൂത്ത് കോൺഗ്രസിൽ രാഹുലിന്റെ പിൻഗാമിയെ കണ്ടെത്താനുള്ള ചർച്ചകളും സജീവമാകുന്നു. വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നുണ്ട്. സൂര്യഗായത്രി, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ വിഷയങ്ങൾ നടക്കുകയാണ്. രാഹുലിനൊരു പിൻഗാമിയെ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് രാഹുൽ രാജിവെച്ച സ്ഥാനത്തേക്ക് ഒരു പിൻഗാമിയെ കണ്ടെത്തണം. അതിനുള്ള ചർച്ചകളുടെ കാര്യങ്ങൾ എവിടം വരെയായി? സജീവ ചർച്ച ഇപ്പോഴും നേതൃത്വത്തിനുള്ളിൽ നടക്കുകയാണ് രേണുക. നിലവിൽ നിരവധി പേരുടെ പേരുകൾ ഉയർന്നു വന്നിട്ടുണ്ട്. അവരിൽ ആരെയാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് അന്തിമമായി തിരഞ്ഞെടുക്കേണ്ടത് എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ അത് സംസ്ഥാനത്തും അതുപോലെ തന്നെ ദേശീയ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിലും ഒക്കെ തന്നെ സജീവമായിട്ട് ഇപ്പോഴും നടക്കുന്നുണ്ട്. ഒരു പേരിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അബിൻ വർക്കിയുടെ പേരുകളൊക്കെ ആദ്യം സജീവമായിട്ട് ഉയർന്നു കേട്ടെങ്കിലും പിന്നീട് ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് ഒരാളെ തന്നെ വീണ്ടും യൂത്ത് കോൺഗ്രസ്, അതായത് KSU സംസ്ഥാന അധ്യക്ഷനും KPCC സംസ്ഥാന അധ്യക്ഷനും അതുപോലെ തന്നെ മഹിളാ കോൺഗ്രസ് അധ്യക്ഷയും ഒക്കെ തന്നെ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നായതുകൊണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും അവിടെ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് തന്നെ വേണോ എന്നുള്ള ചർച്ചകൾ തുടങ്ങിയതോടെയാണ് അബിൻ വർക്കിയുടെ സാധ്യത കുറഞ്ഞത്. പക്ഷെ അബിൻ വർക്കിയെ തന്നെ കൊണ്ടുവരണം എന്നുള്ള ആവശ്യം വീണ്ടും ശക്തമായിട്ട് നിലനിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് മറ്റു പേരുകൾ കൂടി ഉയർന്നു കേട്ടത്. OJ ജനീഷ്, അതുപോലെ തന്നെ ദേശീയ സെക്രട്ടറി ബിനു ചുള്ളിയിൽ, KM അഭിജിത്ത് തുടങ്ങിയവരുടെ പേരുകളാണ് പിന്നെയും സജീവമായിട്ട് ഉയർന്നു കേൾക്കുന്നത്. ഇവരിൽ ആർക്കാണ് അധ്യക്ഷ സ്ഥാനം നൽകേണ്ടത് എന്നത് സംബന്ധിച്ചും ഒരു താൽക്കാലിക ചുമതല ഏതെങ്കിലും യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റിന് നൽകണമോ അതോ സ്ഥിര അധ്യക്ഷനിലേക്ക് പോകണമോ എന്നുള്ള ചർച്ചകളും ഒക്കെ തന്നെ നടത്തുന്നുണ്ട് നേതൃത്വത്തിനകത്ത്. എന്തായാലും അതിൽ ഒരു തീരുമാനം അത് എടുക്കുമെന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ് വലിയ വിമർശനങ്ങൾ നേരിടുന്ന ഒരു പശ്ചാത്തലമുണ്ട്. വലിയ ആക്ഷേപങ്ങൾ, അധിക്ഷേപങ്ങൾ അത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളിലും അതിന് മുൻപുമൊക്കെ വലിയ തരത്തിലുള്ള പ്രതിസന്ധി യൂത്ത് കോൺഗ്രസ് നേരിടുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കൂടി കണക്കിലെടുത്തുകൊണ്ട് സംഘടനയെ കൂടുതൽ ശക്തമാക്കാനും നിലവിൽ നിൽക്കുന്ന അധിക്ഷേപങ്ങളും വിമർശനങ്ങളും ഒക്കെ മറികടന്ന് മുന്നോട്ട് പോകാനും കഴിവും പ്രാപ്തിയുമുള്ള ഒരു അധ്യക്ഷനെ കൊണ്ടുവരാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നതാണ് ഒരു പൊതു അഭിപ്രായം. പക്ഷേ കൂടിയാലോചനകൾ നടത്തേണ്ടതായിട്ട് ഉണ്ട് എന്നുള്ളതാണ്. അത് ദേശീയ നേതൃത്വത്തിലും അതുപോലെ തന്നെ സംസ്ഥാന നേതൃത്വത്തിനകത്തും ആ ചർച്ചകളൊക്കെ നടത്തിയതിനു ശേഷമായിരിക്കും ഒരു അധ്യക്ഷനിലേക്ക്, ഒരു ഒറ്റ പേരിലേക്ക് കോൺഗ്രസ് എത്തുക എന്നുള്ളത് തന്നെയാണ്. അതേസമയം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പുറത്ത് വലിയ പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് പ്രതിപക്ഷ സംഘടനകൾ തീരുമാനിച്ചിരിക്കുന്നത്. BJPയും അതുപോലെ തന്നെ DYFയും ഒക്കെ ശക്തമായി പ്രതിഷേധിക്കും. കഴിഞ്ഞ ദിവസം പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓഫീസിലേക്ക് SFI നടത്തിയ മാർച്ചൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോഴും ഉയർന്നു വരുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം മാത്രമല്ല MLA സ്ഥാനം കൂടി ധാർമ്മികമായിട്ട് ഒഴിഞ്ഞു പോകണം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ള ആവശ്യം ഉയർത്തിക്കൊണ്ടാണ് ഈ പ്രതിഷേധം ശക്തമാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നും ഇപ്പോൾ പത്തനംതിട്ട അടൂരിലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിലേക്കും അതുപോലെ തന്നെ പാലക്കാട് ഓഫീസിലേക്കും അടക്കം മാർച്ചുകളും പ്രതിഷേധങ്ങളും ഉണ്ടാകും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് DYFIയുടെ ജനജാഗ്രത പരിപാടിയും സംഘടിപ്പിക്കുന്നുണ്ട്. വലിയ DYFIയും വലിയ തരത്തിലുള്ള പ്രതിഷേധം അത് തിരുവനന്തപുരത്ത് ഈ വിമർശനം ഉയർന്നു വന്ന അന്ന് തന്നെ MLA ഹോസ്റ്റലിലേക്ക് ഉൾപ്പെടെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇന്നിപ്പോൾ ജനജാഗ്രത പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. ഷിജുഖാൻ ഉൾപ്പെടെ പങ്കെടുക്കുന്ന പരിപാടിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ തരത്തിലുള്ള വിമർശനങ്ങളും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളും തുടരാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. പ്രത്യേകിച്ച് വലിയ തരത്തിലുള്ള അധിക്ഷേപ പരാമർശങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്ന് നേരിടേണ്ടി വന്നിട്ടുണ്ട് പലപ്പോഴും. CPIക്കും CPMനും അതുപോലെ തന്നെ DYFIക്കും ഒക്കെ തന്നെ. കഴിഞ്ഞ ദിവസം ഈ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് തന്നെ വാർത്ത വന്ന ന്യൂസ് പേപ്പർ കൊണ്ട് പൊതിച്ചോറ് പൊതിഞ്ഞു നൽകി വലിയ പ്രതിഷേധവും മറുപടിയുമൊക്കെ DYFI രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകുന്ന കാഴ്ചയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും അതിശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ, വിമർശനങ്ങൾ രാഹുലിനെതിരെ നടത്താൻ തന്നെയാണ്
തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതെല്ലാം നടക്കുന്നത് തെരഞ്ഞെടുപ്പ് കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. എന്തായാലും പ്രതിഷേധങ്ങൾ ശക്തമാകുമ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിനകത്ത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായിട്ട് രാഹുലിന് പിൻഗാമിയായിട്ട് ആരെ വേണം എന്നുള്ള ചർച്ചകളും അത് കൂടുതൽ സജീവമാകുന്നുണ്ട്. അതിന്റെ എത്രയും വേഗം ഒരു ഒറ്റ പേരിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളാണ് കോൺഗ്രസിനകത്ത് നടത്തുന്നത്. ശരി സൂര്യ, വ്യക്തമാണ്. എന്തായാലും ഇന്നലെ തന്നെ ഡിവൈഎഫ്ഐയുടെ ഭാഗത്ത് നിന്ന് ഈ പൊതിച്ചോറുകളിൽ ഗതികെട്ട് രാജി എന്നൊരു വാക്ക് എടുത്ത് കാണിക്കുന്ന രീതിയിലാണ് അവർ പൊതിച്ചോറുകൾ കെട്ടി കൊടുത്തിരുന്നത്. പ്രതിഷേധം പല രീതിയിൽ പ്രകടിപ്പിക്കുകയാണ് പല പ്രസ്ഥാനങ്ങൾ എന്ന് വേണം പറയാൻ. അതോടൊപ്പം തന്നെ ഒജെ, ജനീഷ്, അഖിൽ, അഭിജിത്ത്, അബിൻ വർക്കി, ബിനു എന്നിവരുടെ പേരുകളാണ് രാഹുലിന് പിൻഗാമിയായി വരുന്നവരുടെ പേര്. ഇവരിൽ നിന്ന് ഇനി ഇവർക്ക് പുറമെ മറ്റാരെങ്കിലും ഇനി ആ അധ്യക്ഷ പദവി അലങ്കരിക്കാൻ വരുമോ എന്നൊരു കാര്യത്തിൽ കൂടി ഇനി വ്യക്തത വരേണ്ടതുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പ്രതിഷേധം സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ശക്തമാകുകയാണ്. പാലക്കാട്ടെ അദ്ദേഹത്തിന്റെ MLA ഔദ്യോഗിക ഓഫീസിലും പത്തനംതിട്ട അടൂരിലെ വീട്ടിലേക്കും ഇന്നും മാർച്ചുണ്ട്. അതേസമയം യൂത്ത് കോൺഗ്രസിന്റെ രാഹുലിന്റെ പിൻഗാമിയെ കണ്ടെത്താനുള്ള ചർച്ചകളും കോൺഗ്രസിനിടയിൽ സജീവമായി തുടരുന്നുണ്ട്. സൂര്യഗായത്രിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.